തിരമാല നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റ്, വാട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർ. ഇറങ്ങാണ്ട് ഇനി പുറത്തേക്ക് പോലും പോകാൻ പറ്റില്ല. ഫിലിപ്പീനോ രാവിലെ തന്നെ എന്താ നല്ല എരിവുള്ള ചിക്കൻ തോന്നും. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ രാവിലെ എന്താണ് സർപ്രൈസ് എന്ന് നോക്കട്ടെ. ഇന്നലെ രാത്രി ഫുള്ള് മഴയായിരുന്നു. ഇന്ന് രാവിലെ ഇനിയിപ്പോൾ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ. വെള്ളം ഇവിടം വരെ എത്തി. ഇനി ഒരു പരിയും കൂടെ കയറിയ വെള്ളം വീടിൻ്റെ അകത്ത്. ഇതിപ്പോൾ രണ്ടാമത്തെ ദിവസമായി. എന്താ ചെയ്യപ്പണി? ഇനിയിപ്പോൾ ഒരു പരിപാടി നടക്കൂല. ഇത് തീരാണ്ട് വെള്ളം ഇറങ്ങാണ്ട് ഇനി പുറത്തേക്ക് പോലും പോകാൻ പറ്റില്ല. ഇപ്പം എന്താ ചെയ്യുക? എന്താ ചെയ്യുക? ചായ കുടിക്കാം. ബാ. നമ്മളെ ഫിലിപ്പീനോ രാവിലെ തന്നെ എന്താ ചായ, നൂഡിൽസ്. ഇതെന്താ സാധനം എന്നറിയോ? ഇതാണ് ഇവിടുത്തെ ഫിലിപ്പീൻസിലെ നൂഡിൽസ്. എന്താ വാട്ട്സ് നെയിം ദിസ്? പാൻസിക് ടണ്ടോ. ഇത് നൂഡിൽസ് ഇങ്ങനെ വേവിച്ചിട്ട് ഈ മസാല ഇങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. ഉണ്ടോ? ഓയിൽ സാധനങ്ങളൊക്കെ ഇതേപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്യും. നമ്മളെ പോലെ ഒന്നിച്ചിട്ട് വേവിക്കുള്ളൂ. ഇതാണ് സാധനം. ഇനിത്തെ കവർ ഇതാണ് സാധനം. കണ്ടോ? നല്ല എരിവുള്ള പാൻസിക് ടണ്ടോ, എക്സ്ട്രാ ഹോട്ട് ചില്ലി ഫ്ലേവർ. ഇത് അടിപൊളി സാധനം കേട്ടോ. 12 രൂപ 13 പേസസ് എന്തോ ഉള്ളൂ ഫിലിപ്പീൻസിൽ. ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പാൻസിക് ടണ്ടോളും പുഴുങ്ങിയ മുട്ടയും ഇതാണ് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇന്നേക്കൊരു പുടി എല്ലാരും വാങ്ങ പറയ്. ഇന്നേക്കൊരു പുടി എല്ലാരും വാങ്ങ പറയ്. പറയടോ. എല്ലാരും വാങ്ങ പറയ്. എല്ലാരും വാങ്ങ. ഇങ്ങനെ കഴിക്കേണ്ട അറിയാം. ഈ സാധനം ഇങ്ങനെ മിക്സ് ചെയ്യണം. ഉണ്ടോ? ഇങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ ഇത് കഴിക്കുന്നത്. ഇവള് ബ്രെഡിൻ്റെ ആശാനാണ്. ബ്രെഡാണ് ഇവളുടെ. ഒരു 4-5 ബ്രെഡൊക്കെ ഉള്ള അത്തിരിപ്പിട്ട് അമ്മയ്ക്ക് കളയും. എൻ്റെ മോക്ക് മലയാളമൊന്നും വലിയ റെഡി ആയിട്ടില്ല കേട്ടോ. മലയാളം കേട്ടാൽ മനസ്സിലാവും. പക്ഷേ എന്താ പറയുക, ഇംഗ്ലീഷ് ആറ്റിയാണ്. ഇംഗ്ലീഷിലാണ് റിപ്ലൈ ഒക്കെ. ഇസ് ഇറ്റ്? ആ. Small one. Okay, small one. Good. ഈ സെറ്റപ്പ് എങ്ങനെയുണ്ട് ഗായ്സ്? നോക്കിയേ. ബ്രേക്ക്ഫാസ്റ്റ്, വാട്ടർ ബാക്ക്ഗ്രൗണ്ടിൽ വാട്ടർ. ഇവിടെ ഇരുന്നാൽ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ്. പുറത്തിറങ്ങാൻ പറ്റാത്തത് ഞങ്ങളിത് എൻജോയ് ചെയ്യാം. കണ്ടോ അനിക? ഓക്കെ, ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. Eat the noodles.
ഇത് വെള്ളം വീട്ടിലേക്ക് വരുന്ന വെള്ളമാണത്. ഇത് കുടിക്കാനൊന്നും എടുക്കില്ല കേട്ടോ. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് ആരും കുടിക്കാനൊന്നും എടുക്കാത്തത്. ഇത് നോക്കി അപ്പുറത്തെ സ്ഥിതിയൊക്കെ കംപ്ലീറ്റ് വെള്ളത്തിലായി. വെള്ളം വന്ന ഒരു രക്ഷയില്ല, അങ്ങോട്ടും പോകാൻ യാതൊരു ഒഴിവുമില്ല. ഞങ്ങൾ ചോറൊക്കെ കഴിഞ്ഞ്, ചോറ് കഴിക്കാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല. ചോറൊക്കെ കഴിഞ്ഞ് ഒന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് അതാ വന്ന് നോക്കുക. കണ്ട വെള്ളം ഇറങ്ങിയിട്ടൊന്നുമില്ല. ഇപ്പോഴും പടിയുടെ അവിടം വരെ വെള്ളമുണ്ട്. അന്വേഷിച്ചാ നല്ല ചെളിവെള്ളമാണ്, വെള്ളത്തിലിറങ്ങരുതേ. ആ ഇതുണ്ടോ, ഇവിടെ നിന്നൊക്കെയോ ഒഴുകി വന്ന സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് വെള്ളമാണ്. റോഡിലൊക്കെ വെള്ളമാണ്. ആ കാണുന്നതെല്ലാം വെള്ളമാണ്. റോഡൊക്കെ മുങ്ങി കിടക്കുക. ഇത് നമ്മുടെ വീടിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. കണ്ടോ, ഇതിപ്പോഴത്തെ ഒരു കടയാണ്. ആ കടയിലെ സോഫ്റ്റ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ വെള്ളത്തിലായി. എന്താ ചെയ്യുക? ഒരു ബക്കറ്റിൽ ചെറുതിനെ കൊണ്ട് പോകണമെങ്കിൽ ഇതൊക്കെയാണ് കാണാൻ പറ്റാത്തത്. വേറെ ആൾക്കാർ അവിടെ പെരപ്പുറത്ത് കയറിയിരിക്കുകയാണ്. ഇതൊക്കെ വീടിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. വെള്ളം കയറി അവരുടെ വീട്ടിൽ. അതാണ് ദൈവമേ, ചെറിയ കൊച്ചൊക്കെ ഉണ്ടല്ലോ അവരുടെ വെയില്. കൈക്കുഞ്ഞായിട്ട് പെരപ്പുറത്ത് കയറിയിരിക്കണം. ഒരു ബക്കറ്റും ഉണ്ട്. എന്താ എന്തെങ്കിലും കാണിക്കട്ടെ. ഞാൻ വീട്ടിൽ കയറാൻ പോണു. The one girl sitting with a baby in the top. Why like that? Why like that? Okay. നീ ആവശ്യമില്ലാത്തൊക്കെ എന്താണ് ഈ പറയാൻ നിൽക്കുന്നത്? വീട്ടിൽ കയറിയോ മതി. ഉച്ചക്കലത്തെ ഫുഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറുണ്ട്, പിന്നെ നമ്മളെ നെത്തൽ പീര ഒതുക്കിയത്. ഇത് നമ്മുടെ നാടൻ സ്റ്റൈലാണ്. നെത്തൽ തന്നെ പൊരിച്ചതുണ്ട്. പിന്നെ ഇത് തെനോല ചിക്കനാണ്. ചിക്കനും പൊട്ടാറ്റോ സയോത്തേക്ക് വെച്ചിട്ടുള്ള തെനോല എന്ന് പറയുന്ന സാധനമാണിത്. ഇത് സിനിക്കം ബങ്ങൂസ് ഫിഷ്, മിൽക്ക് ഫിഷ് ഇല്ലേ, അത് വെച്ചുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ ഊണ്. ഈ ഫുഡ് എല്ലാം മിർന ഉണ്ടാക്കിയതാണ്. മിർനയ്ക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. 3 കൊല്ലം അവൾ കല്യാണം കഴിച്ചിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ 3 കൊല്ലം ഇന്ത്യയിൽ സ്റ്റേ ചെയ്തത് സുമ്മാവാ ഇതൊക്കെ ഉണ്ടാക്കാനുള്ള ട്രെയിൻ ചെയ്താൽ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലാണെങ്കിലും എനിക്ക് ഇന്ത്യൻ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാം. ഇന്ത്യൻ ഫുഡ് പ്ലസ് ഫിലിപ്പീനോ ഫുഡ്, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ഫ്യൂഷൻ ഫുഡാണ് ഇപ്പോൾ. അപ്പോൾ 2 എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കട്ടെ. No, I'm just taking the video. Where are you coming? Home. കഷ്ടമാണ് മുതലാളി, കഷ്ടമാണ്. എങ്ങോട്ടെങ്കിലും പോണമെന്ന് വിചാരിച്ചാൽ പോലും നടക്കില്ല. എന്നാലും ഇവിടെയുള്ള ആൾക്കാർ യാത്ര ചെയ്യും. അതാണ് ഇവരുടെ പ്രത്യേകത. വെള്ളത്തിൽ കൂടെ
നമ്മുടെ നാട്ടിലൊന്നും പിന്നെ ഇങ്ങനത്തെ സൗകര്യമൊന്നുമില്ല. വെള്ളം എന്തെങ്കിലും പിന്നെ എന്താ പറയാ മോഡിഫൈ ചെയ്ത ഏതെങ്കിലും വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ രക്ഷപ്പെടുള്ളൂ. ഇങ്ങനത്തെ വാഹനങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ഇറക്കുന്ന ആരും കണ്ടിട്ടില്ല. ദഗപ്പാലിൽ പോകാനോ കലശാലിൽ പോകാനൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. അവിടെ ആ കാണുന്നതാണ് കലശാവ്, നേരെ കാണുന്ന സ്ഥലം. അത് നേരെ ചെല്ലുന്ന സിഗ്നല്. അവിടുന്ന് ലെഫ്റ്റ് എടുത്താൽ മനില, റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 100 ഐലൻഡ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടൊക്കെ പോകുന്ന സ്ഥലം. ബസ്സൊക്കെ പോകുന്നുണ്ടല്ലോ. ബസ്സിനൊന്നും കുഴപ്പമില്ല അല്ലേ? യാത്രക്ക് ബുദ്ധിമുട്ടൊന്നും വരില്ല എന്തായാലും. ചെക്കനൊക്കെ എന്തെങ്കിലും എലിപ്പനി വല്ല അസുഖമൊക്കെ പിടിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. സ്വിമ്മിങ് പൂളിലൊക്കെ ചാടുമ്പോഴല്ലേ ഞാൻ ചാടുന്നത്. ഹായ് ഹായ്. എന്താ അവനിന്റെ സീരിയസ്നെസ് ഒന്നും അറിയില്ല എന്ന് തോന്നുന്നു. അവന് തിരമാല റോസിന് ബീച്ചിൽ പോണ അവന് ഫീല് കിട്ടും. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ നടക്കില്ല. അപ്പ കിട്ടും പെരടിക്കൊന്നും. ഇവിടെ ഒന്നും ആരും ചോദിക്കാൻ പറയൊന്നുമില്ല. എന്തിനാത്തൊരു തിര സമ്മാനിച്ച് JRSന്റെ വാഹനം മുന്നോട്ട് കടന്നിരിക്കുകയാണ്. അവന്റെ കയ്യിലൊരു ഫാനിന്റെ മൂടി ഉണ്ട്. അതെന്തൊക്കെ സംഭവം എന്നറിയോ? ഇതിലൊരു മീനൊക്കെ പോകും. വലിയ മീനൊക്കെ പോവാണെങ്കിൽ അവൻ അന്നേരം അത് പിടിക്കും. ആ കൊട്ട വെച്ച് കമത്തിയിട്ട് ആ മീനെ അവന് പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് അവൻ ആ മറ്റേ ഫാനിന്റെ മൂടിയിട്ട് നടക്കുന്നത്. ഇത് കൊള്ളാം. ഈ സംവിധാനം കൊള്ളാം. അത്യാവശ്യം ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാ പോണെന്ന് നമുക്ക് നോക്കാം. പോട്ടെ, അടുത്ത വാഹനം വരുത്തി. ഈ ചെക്കൻ വണ്ടിന്റെ ഇടയിൽ കുടുങ്ങുമെന്ന് എനിക്ക് തോന്നുന്നത്. ആ ട്രൈസൈക്കിൾ കൊള്ളാട്ടോ. ഹൈറ്റ് കൂട്ടിയിട്ടുള്ള ട്രൈസൈക്കിൾ നോക്കി. അത്രയും വെള്ളത്തിൽ മുങ്ങിയിട്ട് അവര് കൂളായിട്ട് കയറിപ്പോയി. ഇവൻ ഇറങ്ങിയോ? ഇവൻ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഇവനും വെള്ളത്തിൽ ചാടാൻ വേണ്ടി ഇറങ്ങി. ഇവനൊന്നും ആരും ചോദിക്കാൻ പറയുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ ആരും ചോദിക്കാൻ പറയുന്നില്ല. എത്ര വലിയ കുട്ടികളായാലും ശരി, ചെറിയ കുട്ടികളായാലും ശരി, പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതാണ് ഈ കാണുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പോൾ ഒരെണ്ണം മഴയ്ക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം തൊടയിലെ തോല് പൊളിയും, അടിച്ച് വീട്ടിൽ കയറ്റില്ലേ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ആ ട്രൈസൈക്കിൾ ഇപ്പം മറിഞ്ഞേനാട്ടോ, വെള്ളത്തിന്റെ ശക്തി കൊണ്ട്. അതിൻ്റെ ഉള്ളിൽ സൈലൻസറിൻ്റെ ഉള്ളിൽ വെള്ളം കയറുന്ന എനിക്ക് തോന്നുന്നു. എന്തിനാ ചേട്ടാ വേണ്ടാത്ത പണിക്ക്? ഇല്ല, കൂളായിട്ട് എടുത്തിട്ട് വരും. എനിക്ക് അത്യാവശ്യമായിരിക്കും, അതാണ്. ഇതൊക്കെ ചൈനൻ്റെ ട്രക്കാണിത്, ഹിനോ എന്ന് പറഞ്ഞിട്ടുള്ള. ഇവിടെ കംപ്ലീറ്റ് ബസ്, ലോറിയൊക്കെ ഒരു ഇതൊക്കെ ചൈനയുടെ വാഹനങ്ങളാണ്. ഇവിടുത്തെ എല്ലാ കമ്പനികൾക്കും ഉണ്ട് ഇങ്ങനത്തെ മറ്റേ എന്താണ് പെട്ടി വണ്ടി പോലത്തെ ട്രക്ക്. ഇസൂസിനുണ്ട്, സുസുക്കി ഉണ്ട്, ഹൊണ്ടായിക്കുണ്ട്. ഒരുവിധം എല്ലാ കമ്പനി, ടൊയോട്ടയ്ക്കൊക്കെ എല്ലാ കമ്പനിക്കും ഉണ്ട് ഇങ്ങനത്തെ ബോക്സ്. ചരക്ക് കൊണ്ടുപോകുന്ന വാഹനമാണ് ഇതിൽ. ഇവിടെ നമ്മുടെ ഇഷ്ടംപോലെ ഇങ്ങനത്തെ കാണും. നാട്ടിൽ കുറവാന്ന് തോന്നുന്നു. കുറവല്ല, ഇല്ലാന്ന് തന്നെ തോന്നുന്നുണ്ട്. അവൻ്റെ കുളിയും കഴിഞ്ഞ് കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഇവിടുന്ന് തന്നെ തീറ്റ. വൈകുന്നേരം 5 മണിയായി. ഞങ്ങളിവിടെ
കട്ടൻ ചായയും നല്ല നല്ല ചെണ്ട പോലത്തെ കപ്പയും കഴിക്കുകയാണ്. ഫിലിപ്പീൻസിൽ കപ്പയും കട്ടൻ ചായയും കഴിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ജസ്റ്റ് കമൻറ്റ് ഇറ്റ്. He's coming it. യെസ്. Yes. കപ്പയും Kapit. ചായയും Chai. കുടിക്കുന്നവർ Kurigiliya. ഉണ്ടെങ്കിൽ Ang ganin. കമൻറ്റ് പ്ലീസ്. Come up, please.